ഈസി ആയിട്ടൊരു ലഞ്ച് ബോക്സ് തയ്യാറാക്കിയാലോ? അപ്പോൾ അതിനുവേണ്ടി കോളിഫ്ലവർ 300 ഗ്രാം എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതളുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. വളരെ ചെറിയ ഇതളുകളായിട്ട് വേണം സ്പ്ലിറ്റ് ചെയ്തെടുക്കാനായിട്ട്. നന്നായി കഴുകി വൃത്തിയാക്കിയ കോളിഫ്ലവറിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം വളരെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഈ ഒരു മസാല കോളിഫ്ലവറിൽ നല്ല രീതിയിലൊന്ന് കോട്ട് ചെയ്ത് കിട്ടുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കോളിഫ്ലവർ മാരിനേറ്റ് ചെയ്ത് വെച്ച ശേഷം ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഗീ റൈസ് ആണ് തയ്യാറാക്കി എടുക്കുന്നത്. പ്രഷർ കുക്കറിൽ ഗീ റൈസ് റെഡിയാക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രഷർ കുക്കറിൽ ചൂടായി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യും 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി ചൂടായി വരുന്ന സമയത്ത് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 1 പട്ട, 1 തക്കോലം, 1 ബേ ലീഫ്, 2 ഏലക്ക, 2 ഗ്രാമ്പൂ, 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകം, ഒരു ചെറിയ കഷ്ണം ജാതിപത്രി. ഇതൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 1 സവാള ഫൈനായിട്ടൊന്ന് സ്ലൈസ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. 2 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ജീരകശാല റൈസിന് 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ജീരകശാല റൈസ് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഒട്ടും വെള്ളമില്ലാതെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് കുക്കറിൻ്റെ മൂടി ഒന്ന് ക്ലോസ് ചെയ്ത് ഒരു 2 വിസിൽ വരുന്നത് വരെ പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. 2 വിസിലാവുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് പ്രഷർ കുക്കർ മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായി ചൂടായി വരുന്ന സമയത്ത് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച കോളിഫ്ലവർ ഉണ്ടല്ലോ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കോളിഫ്ലവർ ഉണ്ടല്ലോ നല്ല രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിന് കിട്ടുന്ന സമയത്ത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഉണ്ടല്ലോ ഇതേ ഓയിലിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് കളർ മാറി വരുന്ന സമയത്ത് ഒരു വലിയ സവാള ഇതുപോലെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. നല്ല ട്രാൻസ്പെറൻ്റ് ആയി കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കം അതും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1/2 ടേബിൾ സ്പൂൺ ഹോട്ട് ചില്ലി സോസ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. 2-3 മിനിറ്റ് ഇതുപോലെ ഹൈ ഫ്ലെയിമിലിട്ട് സോട്ട് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വെള്ളം ഒന്ന് ഡ്രൈ ആവാൻ തുടങ്ങുന്ന സമയത്ത് 1 ടീസ്പൂൺ വിനിഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുക്കറിൻ്റെ പ്രഷർ ഫുള്ള് റിലീസായി കിട്ടിയ സമയത്ത് ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഗീ റൈസ് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊരു ലഞ്ച് ബോക്സിലേക്ക് മാറ്റാം. വളരെ ഈസി ആയിട്ട് രാവിലെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ലഞ്ച് ബോക്സ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.